തിരക്കുകളിൽപ്പെട്ട് വീണ്ടും മമ്മൂട്ടി 2026 പുറത്തിറങ്ങാനിരിക്കുന്ന മലയാള സിനിമകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ബേസിൽ ജോസഫ് നായകനായ ഫാലിമി എന്ന സിനിമയുടെ സംവിധായകൻ നിതീഷ് സഹദേവും മമ്മൂക്കയും ഒന്നിക്കുന്ന പടം. 2025 ആദ്യം പ്രഖ്യാപിച്ച സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഈ മാസം 14 ആരംഭിക്കും. അടൂർ ഗോപാലകൃഷ്ണനൊപ്പമുള്ള സിനിമ പൂർത്തിയാക്കിയതിനു ശേഷം മമ്മൂക്ക ഈ പടത്തിന്റെ ഷൂട്ടിലേക്ക് കടക്കും. മലയാള സിനിമയിൽ മമ്മൂക്കയും സ്ലാങ്ങുകളും തമ്മിലുള്ള ബന്ധം എടുത്തു പറയേണ്ട ഒന്നാണ്. നിതീഷ് സഹദേവൻ ചിത്രത്തിൽ അദ്ദേഹം തിരുവനന്തപുരം സ്ലാങ് ഉപയോഗിക്കുന്നു എന്ന വാർത്ത ആരാധകർക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് രാജമാണിക്യം എന്ന സിനിമയിൽ തിരുവനന്തപുരം സ്ലാങ് മമ്മൂട്ടി അനശ്വരമാക്കിയിരുന്നു. ഈ പുതിയ സിനിമയിലും സമാനമായ രീതിയിൽ രസകരവും എന്നാൽ മാസുമായ ഒരു സ്ലാങ് വരുമെന്നാണ് കരുതുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ കണ്ണൂർ സ്ക്വാഡിനേക്കാൾ നിർമ്മാണ ചെലവ് വരുന്ന പക്ക കൊമേഴ്ഷ്യൽ ഫിലിമായിട്ടാണ് നിതീഷ് ഇതൊരുക്കുന്നത്. പേര് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മമ്മൂക്ക ഒരു ഗ്യാങ്സ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. മാസ് ആക്ഷൻ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ ചിത്രം സാധാരണ ഗ്യാങ്സ്റ്റർ പടത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ സിനിമയിൽ മമ്മൂക്കയ്ക്ക് നായികയില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പകരം 9 വയസ്സുള്ള പെൺകുട്ടിയായിരിക്കും കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രം. ഈ കുട്ടിയെ കേന്ദ്രീകരിച്ച് കേരള തമിഴ്നാട് അതിർത്തിയിലായിട്ടാണ് ഈ കഥ വികസിക്കുന്നത്. നാടൻ ശൈലിയും സ്റ്റൈലിഷുമായ ഘടകങ്ങൾ ചേർത്തായിരിക്കും ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുക. ഈ സിനിമയുടെ ഷൂട്ടിംഗ് മെയ് മാസത്തിൽ ആരംഭിക്കാനാണ് മുൻപ് നിശ്ചയിച്ചിരുന്നത്. തന്റെ ആദ്യ സിനിമയിൽ നിന്നും വ്യത്യസ്തമായ പരീക്ഷണമായിരിക്കും പുതിയ സിനിമയെന്ന് നിതീഷ് വെളിപ്പെടുത്തിയിരുന്നു. ഫാലിമിയുടെ സംഗീത സംവിധായകൻ വിഷ്ണു വിജയ് തന്നെയാണ് ഈ പുതിയ സിനിമയുടെ മ്യൂസിക് കമ്പോസർ. പ്രേമലു, ഫാലിമി, തല്ലുമാല, സുലേഖ മൻസൽ തുടങ്ങിയ സിനിമകളിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൂടെയും BGMയിലൂടെയും മലയാള സിനിമയിൽ വലിയ തരംഗമുണ്ടാക്കിയ സംഗീത സംവിധായകനാണ് അദ്ദേഹം. വളരെ പുതുമയുള്ളതും ട്രെൻഡിയായതുമായ സംഗീത ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. മമ്മൂക്കയുടെ ഈ ഗ്യാങ്സ്റ്റർ പടത്തിന് വിഷ്ണു വിജയ് നൽകുന്ന സംഗീതം യുവാക്കളെയും മറ്റ് സിനിമാ പ്രേമികളെയും ഒരുപോലെ ആകർഷിക്കുമെന്നുറപ്പാണ്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.